എനിക്ക് മുരളി ഗോപിക്ക് അരി മേടിക്കാൻ പൈസയില്ലെങ്കിൽ ക്രൈസ്തവർ പിരിവെടുത്ത് തരും. പൃഥ്വിരാജിന് അരി മേടിക്കാൻ പൈസയില്ലെങ്കിൽ അതിന് ഞങ്ങളുടെ വിശുദ്ധ നാമങ്ങളെ ആക്ഷേപിച്ചിട്ട് താങ്കൾ അരി മേടിക്കരുതേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക. ഞങ്ങൾ തിരിച്ചു തരാം, ഞങ്ങൾ പിരിവെടുത്ത് തരാം. എമ്പുരാൻ സിനിമ ഇറങ്ങിയതിനു ശേഷമുള്ള ഓരോ കോൺട്രവേഴ്സിലൂടെയും നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ ആൾക്കാരും എന്താണെന്നും എങ്ങനെയാണെന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനെ കൊണ്ട് ആ സിനിമയിലൂടെയും ആ സിനിമയ്ക്ക് പുറത്തൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ മുന്നത്തെ വീഡിയോസിനകത്തൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും നമ്മളിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സ്ട്രേറ്റ് അവ വിഷയത്തിലോട്ട് വരാം. ഇത് മറ്റൊരു പുരോഹിതം വന്നിട്ട് ഈ ഒരു സിനിമയെ കുറിച്ചിട്ടും പൃഥ്വിരാജിനെ കുറിച്ചിട്ടും പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഷെക്കിന ന്യൂസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഈ പുരോഹിതന്റെ വീഡിയോ വന്നിട്ടുള്ളത്. ഇതിന്റെ തംബ്നെയിൽ എന്ന് പറയുന്നത് നിർത്തൂ പൃഥ്വിരാജ്, അരി വാങ്ങാൻ പണം ഞങ്ങൾ പിരിച്ചു തരാം, ദൈവത്തോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടവനെ ഉയർത്തുന്നവരെ കാത്തിരിക്കുന്നത് ലൂസിഫറിന്റെ ഗതി, ഇതിലും നല്ല കോട്ട് സ്വപ്നങ്ങളിൽ മാത്രം റോയ് അച്ഛൻ കളിക്കും എന്ന് പറഞ്ഞിട്ട് ഈ പുരോഹിതം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്റെ എല്ലാ വ്യൂവേഴ്സിന്റെ അടുത്ത്, പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളെ, എല്ലാ മതത്തിലെ എല്ലാ വിശ്വാസങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ആ ഒരു റെസ്പെക്ട് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഒരിക്കലും ഈ ഒരു വീഡിയോ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ ഈ ഒരു പുരോഹിതം പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, നിങ്ങളെ ആരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, ഇനി ആ ഒരു പുരോഹിതം പറയുന്ന കാര്യങ്ങൾ ഞങ്ങോട്ട് പ്ലേ ചെയ്യാം. ഈ സിനിമ നിർമ്മിച്ചവരുടെ ലക്ഷ്യം എന്താണ്, സംവിധാനം ചെയ്തവരുടെ ലക്ഷ്യം എന്താണ്, ഇതിന്റെ തിരക്കഥ എഴുതിയ മുരളി ഗോപിയുടെ റിസർച്ച് വർക്ക് പോയ വഴികൾ, ആ റൂട്ട് മാപ്പ് ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. മുരളി ഗോപിയുടെ തിരക്കഥയുടെ റൂട്ട് മാപ്പ് അത് പോയത് എവിടെ നിന്നൊക്കെ ക്രിസ്ത്യൻ വിരുദ്ധത ഉൽപ്പാദിപ്പിക്കാമോ ആ പ്രയോഗങ്ങളും സ്ഥലനാമങ്ങളും ഒക്കെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക്. ഓക്കെ, അപ്പം ഈ പള്ളിലക്ഷൻ പറയുന്നത് നമ്മുടെ മുരളി ഗോപി സഞ്ചരിച്ച ആ ഒരു റൂട്ട് മാപ്പ് വേണം എന്നുള്ളതാണ്. കൊറോണ ടൈമിൽ ഇത്രയും ആ ഒരു റൂട്ട് മാപ്പൊക്കെ കണ്ടെടുത്താനെ കൊണ്ട് കുറച്ച് പ്രയാസപ്പെട്ടിരുന്നു. പക്ഷേ നമ്മുടെ മുരളി ഗോപി ഇലുമിനാറ്റി ആണ്, അപ്പം ആ ഒരു റൂട്ട് മാപ്പൊക്കെ കണ്ടുപിടിക്കാനെ കൊണ്ട് കുറച്ച് പ്രയാസപ്പെടും. ഇറാഖിലെ ഒരു നഗരത്തിൽ വെച്ചാണ് ഈ ലൂസിഫർ, മോഹൻലാൽ കഥാപാത്രമായിരിക്കുന്ന ലൂസിഫർ ഒരു മയക്കുമരുന്ന് വ്യാപാരിയുമായിട്ടുള്ള ഒരു സംവാദം നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്. ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് കാരാഘോഷ്, അങ്ങനെ ആ വാക്കാണ്, കാരാഘോഷ്. യെസ്, കാരാഘോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ കാരാഘോഷ് എന്ന് പറയുന്ന സ്ഥലം ഐസിസ് തീവ്രവാദികൾ ക്രൈസ്തവരെ കൊന്ന് തള്ളിക്കളഞ്ഞ ക്രൈസ്തവരുടെ രക്തസാക്ഷി മണ്ഡപമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരാഘോഷ്. അല്ല, അതുകൊണ്ട് അവിടെ വെച്ച് സിനിമ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നും എവിടെയും നിയമത്തിലൊന്നും പറയുന്നില്ലല്ലോ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് പ്രകാരം ഇന്ന സ്ഥലത്ത് വെച്ച് ഇവിടെ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തു അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് അങ്ങനത്തെ വിഷ്വൽസ് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം ഇവിടുത്തെ സെൻസർ ബോർഡില്ലാത്ത പ്രശ്നങ്ങളാണ് ഇവിടെ ഓരോ ആൾക്കാരും പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ കുരിശ് ഈ സംവാദത്തിന് ശേഷം ഇത് ആക്രമണം ഉണ്ടാകുന്നു. ഈ ആക്രമണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജിനെ അതിനകത്ത് കൊണ്ടുവരുന്നത്. സെയ്ദ് മസൂദിന്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ തോക്കും പിടിച്ചോണ്ട് ഫ്രഞ്ച് കിസ് അടിക്കാനെ കൊണ്ടാണ് അവിടെ വരുന്നത്. തോക്കും പിടിച്ചോണ്ട് അക്രമം ഉണ്ടാക്കാൻ തന്നെയാണ് അവിടെ വരുന്നത്. അങ്ങനെയുള്ള പടമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഈ ഒരു പടം കാണാൻ പോയേക്കുന്നത്. ഈ ആക്രമണ സമയത്ത് അവസാനം കാണിക്കുന്നത് ഈ കുരിശ് തലകുത്തി താഴേക്ക് വീഴുകയാണ്. കുരിശ് കത്തുന്നു. അപ്പോൾ കുരിശിന്റെ ബാക്കി രണ്ട് ഭാഗം ഒടിഞ്ഞു പോകുന്നു. ഈ എൽ എന്നുള്ള ഷേപ്പ് മാത്രം അവശേഷിപ്പിക്കുന്നു. ഈ തിരക്കഥ ക്രിയേറ്റ് ചെയ്യുന്നയാളുടെ ബ്രില്യൻസിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെ, ആ ഒരു ബ്രില്യൻസിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാര്യം ആ ഒരു എൽ ഫാക്ടർ ഇങ്ങനെ നിലനിർത്തുന്നുണ്ട്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയായി മാറുമ്പോഴും ഇതുപോലൊരു എല്ല് കാണിക്കുന്നുണ്ട്, ഒരു മരത്തിന്റെ ഒക്കെ ഇങ്ങനെ വീണിട്ടുള്ള ഒരു സാധനമേ. അപ്പം അതും ആ ഒരു എഴുത്തുകാരന്റെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. ക്രൈസ്തവരുടെ ഏറ്റവും വിശുദ്ധമായ ചിഹ്നമായി വിശുദ്ധ കുരിശിനെ നേരെ മുറിച്ച് ലൂസിഫറിന്റെ എല്ലുണ്ടാക്കാൻ വേണ്ടി ഈ മുരളി ഗോപി നടത്തിയ ഈ ഒരു ഗവേഷണം, എനിക്ക് മുരളി ഗോപിയോടും പൃഥ്വിരാജിനോടും ചോദിക്കാനുള്ളത്, ഈ ലോകത്തിലും ഈ കേരളത്തിലും ഭാരതത്തിലുമൊക്കെ ഈ നാടിന് നന്മ ചെയ്തും സ്വന്തം വിശ്വാസത്തെ ആദരിച്ചും മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആദരിച്ചുമൊക്കെ ജീവിക്കുന്ന ക്രൈസ്തവരോട് ഇത്തരത്തിൽ അവരാദരിക്കുന്ന പ്രതീകങ്ങളെ വിരൂപമാക്കി കച്ചവടം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം പണത്തൂക്കത്തിന്റെ ലാഭമാണെങ്കിൽ ഞങ്ങളത് വേണമെങ്കിൽ പിരിച്ചു തരാം. അതെ, ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. അതിന്റെ വേറൊരു ഫോർമാറ്റാണ് ഇപ്പം ഈ പള്ളിയിലച്ചൻ പറഞ്ഞേക്കുന്നത്. ഞങ്ങളെ അപമാനിക്കാതിരിക്കാവോ എന്നെനിക്ക് മുരളി ഗോപിക്ക് അരി മേടിക്കാൻ പൈസയില്ലെങ്കിൽ ക്രൈസ്തവർ പിരിവെടുത്ത് തരും. പൃഥ്വിരാജിന് അരി മേടിക്കാൻ പൈസയില്ലെങ്കിൽ അതിന് ഞങ്ങളുടെ വിശുദ്ധ നാമങ്ങളെ ആക്ഷേപിച്ചിട്ട് താങ്കൾ അരി മേടിക്കരുതേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക. ഞങ്ങൾ തിരിച്ചു തരാം, ഞങ്ങൾ പിരിവെടുത്ത് തരാം. പൃഥ്വിരാജിനോട് എനിക്കുള്ള അപേക്ഷയാണ്, ഞങ്ങൾ പിരിവെടുത്ത് തരാം. നിങ്ങൾ ഞങ്ങളെ വെറുതെ ജീവിക്കുന്ന പാവപ്പെട്ട ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കരുത്. അടുത്ത ദിവസം തൊട്ടുള്ള നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും. പൃഥ്വിരാജിനും മുരളി ഗോപിക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു പുരോഹിതനാണെങ്കിൽ നടു റോഡിലാണെങ്കിൽ ഭിക്ഷ എടുത്തിട്ട് അല്ലെങ്കിൽ അത് പിരിച്ച് എന്തായാലും അവർക്ക് പൈസ ഒക്കെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കോടികളൊക്കെ പിരിച്ച് കൊടുക്കുന്നതായിരിക്കും. ആ ഒരു മഹാമനസ്കത നമ്മൾ എന്തായാലും കാണാതെ പോകരുത്. കാര്യം ഒരു സിനിമയായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇത്രയ്ക്ക് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ബുദ്ധിയൊക്കെ. എന്ത് തന്നെയാണെങ്കിലും ഇതിനെയൊക്കെ വളരെ വിവേകത്തോടുകൂടി തന്നെ കാണുന്ന മറ്റൊരു പുരോഹിതം പറയുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. അത് കണ്ടിട്ടെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കുക ഒരു സിനിമ എങ്ങനെ കാണാന്നുള്ളത്. തിരക്കഥാകൃത്ത്, ഈ കഥ എഴുതിയ ആള് മുരളി ഗോപിയെ അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഇതുവരെ എടുത്ത നിലപാടിൽ നിന്ന് പുറകോട്ട് പോയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ധീരതയാണ്. ഞാൻ അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരൊക്കെ എന്തിനാണ് പുറകോട്ട് പോയത്, അതും ആരും ആവശ്യപ്പെടാതെ തന്നെ
അതിന് വഴങ്ങേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പ്രാണവായു പോലെ സംരക്ഷിക്കേണ്ട ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതായാൽ പിന്നെ നമ്മളൊരു ജനാധിപത്യത്തിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്നുള്ളൊരു ചോദ്യം. ഇതാണ് പുരോഹിതൻ, ഇങ്ങനെയാവണം ഒരു പുരോഹിതൻ. അല്ലാതെ ഈ പറയുന്ന പോലെ തൊട്ടേനും പിടിച്ചതിനൊക്കെ മറ്റേ മഞ്ഞപ്പിത്തം ബാധിച്ചവൻ നോക്കുന്ന എല്ലാം മഞ്ഞയാണെന്ന് കാണുന്ന പോലെ തന്നെ അങ്ങനെ മാത്രം ഇത് അവർക്കൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. ഈ ഒരു പുരോഹിതൻ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലേ, തീർന്നില്ല. ഒരു കാര്യം കൂടെ പുള്ളി പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇനി വെട്ടേറ്റാലും വെട്ടേറ്റില്ലെങ്കിലും ഈ ഒരാഴ്ചയോളം വെട്ടേൽക്കാതെ ഈ പടം ഓടിയെങ്കിൽ അതിന് ഒരു രാഷ്ട്രീയ ധർമ്മം ഉണ്ടായിരുന്നുവെങ്കിൽ, രാഷ്ട്രീയ ധർമ്മം ഇതിൽ കൂടി അവരെ കണ്ടിരുന്നുവെങ്കിൽ, ഇതിന്റെ അണിയറ പ്രവർത്തകരെ അതിലൊരു രാഷ്ട്രീയ ദൗത്യം ഉണ്ടായിരുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അത് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടു പഠിക്കണം, ഈ പുരോഹിതനെ കണ്ടു പഠിക്കണം. അദ്ദേഹം ഈ ഒരു കാര്യത്തൊക്കെ എത്ര അടിപൊളിയായിട്ടാണ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ പള്ളിയിലച്ചൻ വന്ന് പറയുന്ന പോലെ ഇത്ര ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവരൊക്കെ പറയുമ്പോഴാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരിതിലോട്ട് ആഴത്തിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, അങ്ങനെയൊക്കെയാണ് പ്രശ്നം, അങ്ങനെയാണ് സിനിമയ്ക്ക് അതൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ. എന്തായാലും പുള്ളി പറയുന്ന ബാക്കി കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് വെക്കാം. താങ്കളുടെ ബ്രോഡാഡി എന്ന സിനിമ അതും സിനിമയായിട്ട് മാത്രം കാണണം. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതും സിനിമയായിട്ട് മാത്രം കാണണം. അപ്പോൾ അതിനകത്തുള്ള പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ പേര് ഈശോ എന്നാണ്. വിവാഹത്തിന് മുമ്പ് ഒരു യുവതിയെ ഗർഭിണിയാക്കിയിട്ട് അബോർഷൻ നടത്താൻ നിർബന്ധിക്കുന്ന പൃഥ്വിരാജിന്റെ ആ കഥാപാത്രത്തിന് ഈ ഭൂലോകത്തിൽ 700 കോടിയിലധികം ജനങ്ങളുള്ള ഈ ഭൂലോകത്തിൽ പൃഥ്വിരാജിന് 700 കോടി പേരുകളുണ്ടായിട്ടും ഈശോ എന്നുള്ള ഒറ്റ പേര് മാത്രമേ പൃഥ്വിരാജിന് ഇടാനായിട്ട് കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ, പൃഥ്വിരാജെ, എനിക്ക് പൃഥ്വിരാജിനോട് ചോദിക്കാനുള്ളത്, താങ്കൾക്ക് ഈ 700 കോടി പേരുകളുണ്ടായിട്ടും വെറും ഒരു പേര് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ഞങ്ങൾ പ്രാർത്ഥനയോടെ വിളിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിൻ്റെ പേര് മാത്രം എടുത്ത് ഈശോ എന്നുള്ള പേരെടുത്ത് ഈശോ വ്യഭിചാരം ചെയ്തു, ഈശോ അബോർഷന് പ്രേരിപ്പിച്ചു എന്ന് പറയിപ്പിക്കാൻ വേണ്ടി താങ്കൾ നടത്തുന്ന ആ ബുദ്ധിയുണ്ടല്ലോ, അത് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് എന്ന് താങ്കളോട് മലയാള ഭാഷയിൽ പറയുകയാണ്. ആന്റണി പെരുമ്പാവൂർ അവിടെ കേട്ടില്ല, അവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മീഡിയസിന് മുന്നിൽ എന്താണ് പറഞ്ഞത്, ആർക്കൊക്കെയോ നമ്മൾ കാരണം വേദന ഉണ്ടാക്കി, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളത്. ഓക്കെ, ഇവിടെ കണ്ട് ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ വേദന തോന്നുന്നുണ്ട്. ഇപ്പൊ ഇവർ തന്നെ പറയുന്നു, അപ്പൊ ക്രിസ്തീയ സഭയൊക്കെ നിങ്ങൾ അപമാനിച്ചു, അങ്ങനെ ചെയ്തു, വെട്ടിയെ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു സിനിമ തന്നെ മൊത്തത്തിൽ വെട്ടി കളഞ്ഞ് മാറ്റ്, അല്ലെങ്കിൽ ആ ഒരു ലൂസിഫർ എന്നുള്ള പേര് മാറ്റിയിട്ട് ദൈവത്തിന്റെ കുഞ്ഞാടെന്നുള്ള പേരൊക്കെ മാറ്റ്. നിങ്ങൾ അത്രയും മഹാമനസ്കതയുള്ള ആൾക്കാരല്ലേ. കാര്യം ആർക്കെങ്കിലും ഒക്കെ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെട്ടി, അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് വെട്ടുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരില്ല നിങ്ങള്. അപ്പൊ ഇതൊക്കെ കേക്ക്. എന്തിനാണെങ്കിലും പൃഥ്വിരാജ് ചെയ്തിരിക്കുന്ന വളരെ മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഒരു കല്യാണത്തിന് മുന്നേ ഒരു സ്ത്രീനെ ആണെങ്കിൽ, ഒരു ലേഡീനെ ആണെങ്കിൽ പ്രഗ്നന്റ് ആക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സിനിമയിലൂടെ ഒരു കഥാപാത്രം ചെയ്യുക, ആ കഥാപാത്രത്തിന്റെ പേര് ഈശോ എന്ന്. ഓക്കെ, ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ വിശ്വസിക്കുന്ന ആ ഒരു ഈശോയുടെ പേരൊക്കെ ചേർക്കാൻ പാടുള്ളതാണോ? അതൊക്കെ ഇത്രത്തോളം അപമാനപരമായിട്ടുള്ള കാര്യമാണ്. ഇന്റൻഷലി ഇവരെ അപമാനിക്കാൻ ശ്രമിക്കുകയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഇത്രയും കൊണ്ടിട്ടുള്ള ഈ ഒരു പള്ളിയിലച്ചൻ ഈ രണ്ട് ന്യൂസ് കേൾക്കുമ്പോൾ എന്താണ് പറയാനുള്ളതുകൂടെ എനിക്കൊന്ന് അറിയണം. തൃശൂരിൽ 10 വയസ്സുകാരി വൈദികൻ പീഡിപ്പിച്ചതായി പരാതി. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി സെയിന്റ് പോൾസ് പള്ളി വികാരി ഫാദർ രാജു കൊക്കനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വേദപഠനത്തിന് എത്തിയ കുട്ടിയെ ഇയാൾ തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു. ഈ മാസം 11, 24 തീയതികളിലായാണ് സംഭവം നടന്നത്. ഇയാൾ കുട്ടിയുടെ ചിത്രം മൊബൈലിൽ പകർത്തുകയും ചെയ്തു. കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. പോലീസ് കേസെടുത്തതിനെ തുടർന്ന് വൈദികൻ ഒളിവിലാണ്. ഇയാൾക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രതികരിക്കാൻ തൃശൂർ അതിരൂപത തയ്യാറായില്ല. അല്ല, ഇത് പള്ളിയിലച്ചനെ കുറിച്ച് തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്, തീർന്നിട്ടില്ല. വേറൊരു ന്യൂസ് കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. സാരസ്യം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ 2 പ്രതികളും കീഴടങ്ങി. 4ാം പ്രതിയായ വൈദികൻ ജെയ്സ് കെ ജോർജാണ് ആദ്യം കീഴടങ്ങിയത്. കൊല്ലം. അല്ല, ഇതൊന്നും നിങ്ങളെ വേദനപ്പെടുത്തിയില്ല? ഇത്തരം കാര്യങ്ങളൊന്നും വേദനപ്പെടുത്തിയില്ല? ഒരു സിനിമയിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു പേരിട്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് അത് നിങ്ങൾക്ക് വലിയ പ്രശ്നമായി. എടി, ഇതൊക്കെ എന്താ പ്രശ്നം എന്നറിയാവോ? ഈ മഞ്ഞപ്പിത്തം ബാധിച്ചവ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മഞ്ഞയായിട്ട് മാത്രമേ കാണുകയുള്ളൂ. അതുപോലെ തന്നെയാണെങ്കിൽ എന്ത് തെറ്റായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും, അത് മാത്രം എടുത്തെടുത്ത് പറയാണ്. അല്ല, നിങ്ങൾ ഈ പറയുന്ന പോലെ ആ ഒരു കഥാപാത്രത്തിന് ഈശോ എന്ന് പറഞ്ഞൊരു പേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇത്രയും വലിയൊരു മഹാ അപരാധമാണെന്നുള്ളത് എവിടെയും ഇതുവരെ ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് പറയാൻ കാണിക്കുന്ന ഒരു മനസ്സ് സമ്മതിച്ചറിയും. ബാക്കിയും കൂടെ കേൾക്കാം. ഇതൊന്നും സിനിമ മാത്രമായിട്ട് കാണാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല. ആന്റണി പെരുമ്പാവൂരും ഇതിന്റെ മറ്റു നിർമ്മാതാക്കളുണ്ടല്ലോ, ഗോകുലം ഗോപാലൻ, ഒരുപക്ഷെ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈപ്പിൽ ഈ മുടക്കുകാശ് തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ബിസിനസ്സുകാർ ഇതിനകത്ത് പണം നടക്കുന്നത്. അല്ലാതെ ഗോകുലം ഗോപാലൻ ഇപ്പം ക്രൈസ്തവരെ ആക്ഷേപിക്കണമെന്ന ലക്ഷ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിനകത്തിലെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RSSകാരും BJPക്കാരും ഒക്കെ പറയുന്നത് ഇതൊരു ഹിന്ദുത്വ വിരുദ്ധ ചിത്രമാണെന്ന്. അതായത് അവർ ഈ പറഞ്ഞ രാഷ്ട്രീയത്തെ മതമായിട്ട് ഇടകലർത്താനെ കൊണ്ട് ചെയ്യുന്നതാണ് ഈ ഹിന്ദുത്വ വിരുദ്ധ ചിത്രമാണെന്ന്. അപ്പോഴും അവരങ്ങനെ പറയുമ്പോൾ അവർ ആലോചിക്കുന്നില്ല. ഈ പറയുന്ന പൃഥ്വിരാജ് സുകുമാരനാണെങ്കിലും മുരളി ഗോപി ആണെങ്കിലും ഇവരൊക്കെ, അല്ലെങ്കിൽ ലാലേട്ടനാണെങ്കിലും ഇവരൊക്കെ ഹിന്ദുക്കളാണ്. ഈ ഹിന്ദുക്കൾ തന്നെ ഒരു ഹിന്ദുത്വ വിരുദ്ധ സിനിമ എടുത്തു എന്നുള്ള രീതിയിലാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. പിന്നെ RSSനും BJPക്ക് അവരെതിരെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് പൃഥ്വിരാജ് സുകുമാരന്റെ അച്ഛനാണെങ്കിലും മല്ലിക സുകുമാരനാണെങ്കിലും ഇവരൊക്കെ BJPക്കൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് സമൂഹത്തിന് മുന്നോട്ട് വന്നേക്കുന്ന ആൾക്കാരാണ്. അവരെയൊക്കെ തന്നെയാണ് ഇവർ പിന്നെ ഇങ്ങനെ ആക്കുന്നത്. അതേപോലെയാണ് ഇവിടെ ഈ പുരോഹിതൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് ഈ ക്രിസ്തീയ ആൾക്കാരെയൊക്കെ ഇന്റൻഷനലി ഇവരിങ്ങനെ അപമാനിക്കുക, ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോഴും ആലോചിക്കുക, ഈ ആന്റണി പെരുമ്പാവൂർ ക്രിസ്ത്യനാണോ അതോ വേറെ ഏതെങ്കിലും മതക്കാരനാണോ?
എന്തെന്നാണ് ഈ പറയുന്നത്? നിങ്ങൾ ഓരോ ആൾക്കാരും പറയുമ്പോൾ ഓരോ അവരുടെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോഴും നിങ്ങൾ അല്ലെങ്കിൽ ഈ സിനിമയ്ക്കകത്തുള്ള എന്താ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്കകത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം ഇത്രയും മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഒരു സിനിമയ്ക്കകത്ത് ഒരുമിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അവർക്ക് തോന്നുന്നില്ലല്ലോ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി. പൃഥ്വിരാജിന്റെ ഒരു 8-10 സിനിമകൾ, ഇതിൽ മുഴുവൻ പൈശാചിക ആരാധനയും ദൈവവിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ജുഗുപ്സാവകമായിട്ടും ഒക്കെ അവതരിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അത് സാമാന്യ ബോധമുള്ള മലയാളി ചിന്തിക്കുന്നതിനകത്ത് അതിനകത്ത് വിഭാഗീയതയെന്നോ വർഗീയതയെന്നോ വിളിക്കാൻ പറ്റുമോ? അല്ലെ, നമ്മുടെ ഈ ഒരു ചർച്ച കേൾക്കുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അത് ശരിയാണ്, അത് വളരെ വളരെ ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാൾ അയാൾ എന്ത് കാണാമെന്ന് വിചാരിക്കും അത് മാത്രമേ കാണുകയുള്ളൂ. ആ മഞ്ഞയായിട്ട് മാത്രമേ അതിനെ കാണുകയുള്ളൂ. ഇപ്പൊ പൃഥ്വിരാജ് കുമാറിന്റെ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദം ജോൺ എന്ന് പറയുന്ന സിനിമ, അതിനകത്ത് ഈ പറയുന്ന പോലെ സാത്താൻ വർഷിപ്പിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പരാമർശിച്ചിട്ട് പോകുന്ന ഒരു സിനിമയാണ്. അതിനകത്തുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ തന്റെ മകളെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ സാത്താൻ വർഷിപ്പിന് വേണ്ടിയിട്ട് മകളെ തട്ടിക്കൊണ്ട് പോകുന്നു. അപ്പം ഈ ആൾക്കാരുടെ അടുത്തെല്ലാം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ക്രിസ്തീയ സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണല്ലോ ഈ ഒരു സാത്താൻ വർഷിപ്പ്. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ എന്റെ ചാനലിന്റെ പേര് കേട്ടിട്ട് നീ അങ്ങനത്തെ പരിപാടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ട് വന്നേക്കില്ല, അത് വേറെ ഇത് റേ. ഓക്കെ, അപ്പം ആ ഒരു സാത്താൻ വർഷിപ്പിന് എഗൻസ്റ്റ് ആയിട്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് മകളെ രക്ഷിച്ചുകൊണ്ട് വരികയാണ്. കാര്യം അതിനകത്ത് കാണിക്കുന്നത് ഈ ഒരു സാത്താൻ വർഷിപ്പിനൊക്കെ എഗൻസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാത്തത്? ഓക്കെ, ഇതിനെല്ലാം ഈ ക്രിസ്തീയ സഭയ്ക്ക് എതിരായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അത്തരം സിനിമകളാണ് കൂടുതലും പൃഥ്വിരാജ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബ്രോഡാഡിക്കകത്ത് ഈശോ എന്ന് പറയുന്ന പേര് ചേർത്തിട്ടു. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ മഞ്ഞയായിട്ട് കാണുന്ന അല്ലെങ്കിൽ അവർ സെലക്റ്റീവായിട്ട് മാത്രമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നത്. ഒരു പുരോഹിതൻ ഒരിക്കലും അങ്ങനെയല്ല കാണണ്ടേ, എല്ലാ കാര്യങ്ങളെയും കാണണ്ടേ, ഒരു കാര്യം മാത്രമല്ല കാണുക. ആ ഒരു സിനിമയ്ക്കകത്ത് ആദം ജോൺ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പൃഥ്വിരാജിന്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ചിട്ട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അതായത് നിങ്ങൾക്ക് എന്ത് പറയണമോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് എന്ത് നിങ്ങൾക്ക് സംസാരിക്കാം അല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് കാണണമോ അത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. ബെറ്റർ നിങ്ങളുടെ ചിന്താഗതികളൊക്കെ ഒന്ന് മാറ്റുക. നിങ്ങൾ കാണേണ്ട ബാക്കി കാര്യങ്ങളൂടെ നിങ്ങളൊന്ന് കാണുക, ഒന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത്ര ഗൗരവമായി ഇവർ ഈ വിഷയത്തെപ്പറ്റി ഗവേഷണം നടത്തുകയും ഏതൊക്കെ പദങ്ങൾ വെച്ചാലാണ് ഇന്ന പദങ്ങൾക്ക് ക്രൈസ്തവർ പവിത്രമായി കരുതുന്ന പദങ്ങളെ ഏതൊക്കെ പദങ്ങൾ ഉപയോഗിച്ചാലാണ് ഏറ്റവും വിരൂപമായും വികൃതമായും ആക്ഷേപിക്കാവുന്നത്, തമസ്കരിക്കാവുന്നത്, അർത്ഥം വ്യതിചലിപ്പിക്കാവുന്നത് എന്നൊക്കെ ഒരു സുപ്രഭാതത്തിൽ കണ്ണടച്ചിരുന്ന് എഴുതിയ സാധനമൊന്നുമല്ല ഇതെന്ന് എല്ലാവർക്കും മനസ്സിലാകും. സമയമെടുത്ത് നന്നായി ആലോചിച്ച് ഗവേഷണം നടത്തി ബുദ്ധിപൂർവ്വം എഴുതിയതാണ്. എന്നെ സംബന്ധിച്ച് അത് കുബുദ്ധി എന്ന് ഞാൻ വിളിക്കുമെങ്കിലും അത് ആലോചിച്ച് തന്നെ എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. ഇവിടെ ആലോചിക്കാതെ വിട്ട് ആരില്ല സ്ക്രിപ്റ്റ് എഴുതൂടെ? ചുമ്മാ ഇരുന്ന് എന്നാ നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതിയേക്കാന്ന് പറഞ്ഞു ചുമ്മാ എഴുതുമോ? അങ്ങനെ എഴുതൂല്ലല്ലോ. ആലോചിച്ച് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ എഴുതിയേക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. എന്തൊന്നൊക്കെയാണ് ഈ പറഞ്ഞത്? നിങ്ങൾ പറയുന്ന പോലെ ഇന്റൻഷ്യലി നിങ്ങളെ അപമാനിക്കാൻ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അതായിരിക്കും ഉദ്ദേശിച്ചത്. എന്ത് തന്നെയാണെങ്കിലും കൊള്ളാം. ഇവിടെ തന്ത്രം അവസാനിപ്പിച്ച് മനുഷ്യന്റെ നന്മയെ പ്രകീർത്തിക്കുന്ന, മനുഷ്യത്വത്തെ പ്രകീർത്തിക്കുന്ന, സമൂഹ ജീവിതത്തിന്റെ ഐക്യബോധത്തെയും സമഭാവങ്ങളെയും പ്രകീർത്തിക്കുന്ന, പരസ്പര സഹയാത്രയെ പ്രകീർത്തിക്കുന്ന നല്ല നല്ല കഥകൾ കൊണ്ട് നല്ല നല്ല സിനിമകൾ ഇറക്കി നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അഭിനയശേഷിയും സംവിധാനശേഷിയും രചനാശേഷിയും ഒക്കെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂ. അത് ശരിയാണ്, അത് കറക്റ്റ് കാര്യം പറഞ്ഞ കാര്യം. ഇനി എമ്പുരാൻ 3 പറയുമ്പോഴത്തേക്കിനെ ഇപ്പം അദ്ദേഹം പറഞ്ഞത് അനുസരിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ ഇപ്പം ലൂസിഫർ അല്ലെങ്കിൽ നമ്മുടെ എമ്പുരാനായിട്ട് ഒരു നമ്മുടെ ലാലേട്ടൻ ഇല്ലേ, ലാലേട്ടൻ എബ്രാം ഖുറേഷി എന്ന് മാറിയിട്ടാണെങ്കിൽ ഒരു പള്ളിയിലച്ഛന്റെ ആണെങ്കിൽ ലോഹയൊക്കെ ഇട്ടിട്ടാണെങ്കിൽ ഈ വരുന്ന കബൂക്ക വീണ്ടും ജീവിച്ചു വരും. അപ്പൊ കബൂക്കയുടെ അടുത്ത് പുതിയതായിട്ട് വരുന്ന ഒരു വില്ലനൊക്കെ റിക്യൂണിയുടെ ഒക്കെ ആണെങ്കിൽ വരും നമുക്കൊന്ന് കുമ്പസാരിച്ചിട്ട് പോകാം. മക്കളെ തെറ്റുകളൊന്നും ചെയ്യരുത്, ഇതൊക്കെ പാപമാണ്, കുഞ്ഞാടെ നമ്മൾ നന്മയുടെ പാതയിൽ സഞ്ചരിക്കണം എന്ന് എബ്രഹാം ഖുറേഷി പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ അതിനൊരു മാസ് BGM ഒക്കെ ഇടുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് കൈയടിക്കും. എന്റെ പൊന്നോ, എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുക. അങ്ങനെ എത്ര സിനിമകൾ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങുന്നുണ്ട്, എത്ര സിനിമകൾ നന്മകൾ മാത്രം പറയുന്ന, തെറ്റുകളൊന്നും പറയാത്ത എത്ര സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇതിൽ എത്ര സിനിമ വിജയിക്കുന്നുണ്ട്? കുറെ അവാർഡ് ഫിലിംസ് ഒക്കെയാണ് നിങ്ങൾ ഈ പറയുന്ന പോലത്തെ കുറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതല്ലാതെ എത്ര സിനിമകൾ കൊമേഴ്ഷ്യലി വിജയിക്കുന്നുണ്ട്? ഈ പടം പിടിക്കുന്നത് ആർക്കും പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ, ചിക്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ഈ പറയുന്ന ഒരു സിനിമയായിട്ട് കാണാൻ സാധിക്കാത്ത ആൾക്കാർ ഈ പറയുന്ന പോലെ അവിടെ തൊട്ടേനെയും പിടിച്ചതിനും എല്ലാം പ്രശ്നങ്ങളായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സിനിമ ഇറക്കാൻ പറ്റില്ലല്ലോ. ഒരിടത്തും ഒരിക്കലും വിജയിക്കാത്ത ഈ എമ്പുരാന്മാരെ ഇനി വാഴ്ത്താൻ പോയി 3-ാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഒരു ജനതയെ പ്രലോഭിപ്പിക്കുന്നതിന് പകരം സത്യദൈവത്തെ ആരാധിച്ച് നന്മയെ വാഴ്ത്തി, മനുഷ്യത്വത്തെ വാഴ്ത്തി, നല്ല മനസ്സുള്ള ഒരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടി സർഗശേഷിയെ ഉപയോഗിക്കുന്നതായിരിക്കില്ലേ നല്ലത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പള്ളിയിലെച്ചോ രണ്ടും കൂടെ വേണ്ട, ഉപദേശവും രണ്ടാമത്തെ വാക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങളൊരു പുരോഹിതനല്ല അതുകൊണ്ട്. ഓക്കെ, അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർ, ഞാനൊരു കാര്യം പറയട്ടെ, ഇതേപോലെ തന്നെ മറ്റൊരു പുരോഹിതന്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചില്ല. അപ്പം അദ്ദേഹമൊക്കെ ആണെങ്കിൽ ഇതിനെ എത്ര കാര്യത്തോടെയാണ് ഒരു സിനിമയായിട്ട് തന്നെ കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഇവിടെ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? ഓക്കെ, ഇപ്പൊ പൃഥ്വിരാജ് കുമാരൻ ഞങ്ങളെയൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുണ്ട്. എന്റെ പൊന്നു, നിങ്ങൾ ഈ പറയുന്ന പോലെ റിയാലിറ്റിയിലോട്ട് വരിക.
ഓക്കെ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണ് ഈ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ തലയ്ക്കകത്ത് തലച്ചോറ് തന്നെയല്ലേ ഇരിക്കുന്നത്? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, ഒരു സിനിമയാണ്, ആ സിനിമയ്ക്കകത്ത് ഓക്കെ അവിടെ ലൂസിഫറിന്റെ എല്ലാം അങ്ങനെ കാണിച്ചു, ഓക്കെ കുരിശ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങളെ ഇങ്ങനെ കാണിച്ചു, എന്തെന്ന് ഓക്കെ. ഇവിടെ ഏറ്റവും വലിയ കോമഡിയാണ് ബ്രോഡാടിക്കകത്ത് പൃഥ്വിരാജിന്റെ പേര് ഈശോ എന്നിട്ടു. അത് ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോഴും ആലോചിക്കണം, ഈ ക്രിസ്തീയ സഭയിലുള്ള അല്ലെങ്കിൽ ഇത്രയും പുരോഹിതന്മാരൊക്കെ ആണെങ്കിൽ കൊച്ചു കുട്ടികളെ 10 വയസ്സുള്ള പെൺകുട്ടിയെ വരെ പീഡിപ്പിച്ചിരുന്നത്. ഞാൻ വെക്കാനാണെങ്കിൽ ഒരുപാട് ന്യൂസ് ഇങ്ങോട്ട് വെക്കേണ്ടതായിട്ട് വരും. ഓക്കെ, 2 ക്ലിപ്പ് മാത്രമേ ഞാൻ ഇങ്ങോട്ട് വെച്ചുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുള്ള ഇതേ ഈ ഒരു കൂട്ടത്തില്, അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർ ഇത്തരം ഇത്തിൽ കണ്ണുകൾ കൂടിയുള്ള ഈ ഒരു കൂട്ടത്തില് അതൊന്നും ഇവരുടെ കണ്ണിൽ പെടുന്നില്ല. ഓക്കെ, ഇത്തരം സിനിമയ്ക്കകത്ത് അത് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേര് വെച്ചു, ഇതൊക്കെയാണ് പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. എന്തുതന്നെയാണെങ്കിലും കൊള്ളാടെ ഇപ്പം നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ ആൾക്കാരും എന്താണെന്നും എങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ട് ഈ ഒരു സിനിമയ്ക്കകത്തോളം എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.